സേതുവിന്റെ പല്ലുവേടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് പൂർണിമ മയൂരിയോട് പറഞ്ഞു, അതെ, ഇവിടെ ഈ വീട്ടിലുള്ളവർ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് നിന്റെ അമ്മ മേലെടുത്ത് മഹാലക്ഷ്മി അവരോട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏ, ഈ പറഞ്ഞത് ഒട്ടും കുറവായില്ല എന്നും പറഞ്ഞിട്ട് പൂർണിമ കൂടെ അകത്തേക്ക് കയറിപ്പോയി. കാരണം പൂർണിമയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സേതു മയൂരിയെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ബാ മോളെ പോകാന്ന് പറഞ്ഞും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഇതേ സമയത്ത് പൊന്നുമടത്തില് തന്റെ ബാഗിനകത്തേക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ശ്രീഹരി പോകാനായിട്ട് ഇറങ്ങി വരുവാണ്. ലക്ഷ്മിയമ്മ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ശ്രീഹരിയെ കണ്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ ചോദിച്ചു, കഴിഞ്ഞോ നിന്റെ കാവൽ ജോലി? കാവൽ ജോലിയൊക്കെ അവസാനിപ്പിച്ച് നീ പോകുവാണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു, പല്ലവി ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലമ്മയെന്ന് പറയാണ്. ലക്ഷ്മിയമ്മ പറഞ്ഞു, ദേ, പല്ലവി അല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഞാനാ. അതെ, അത് പല്ലവി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നീ ഇവിടുന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. ഏയ്, എനിക്കങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലമ്മേ. കാരണം ഞാൻ അമ്മയെ കാണുന്നേ എന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ. സേതു എന്റെ അമ്മയായിട്ടാ ഞാൻ കണ്ടുകൊണ്ടിരുന്നേ. പിന്നെ അതുപോലെ തന്നെ പല്ലവി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഏടത്തിയമ്മയായിട്ടാ ഞാൻ കാണുന്നേ. അങ്ങനെയുള്ള ഏടത്തിയമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, എങ്കിലും ആയിക്കോട്ടെ എന്ന് പറയണം. ആ സമയം ശ്രീഹരി പറഞ്ഞു, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അതെ, സേതുവായിട്ടുമായിട്ടുള്ള പ്രശ്നം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പറഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തീർക്കുക തന്നെ ചെയ്യണം. അതിങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല. മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിച്ച ഓരോ ദിവസം ചെല്ലുന്തോറും അത് വഷളായിക്കൊണ്ടിരിക്കുള്ളൂ. ഒരിക്കലും അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ലക്ഷ്മി പറഞ്ഞു, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഏത് ചെകുത്താനോട് പോലും ക്ഷമിച്ചാലും ഞാൻ അവനോട് ക്ഷമിക്കാൻ പോകുന്നില്ല, സേതുവിനോട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രീഹരിക്ക് നല്ല സങ്കടമായി. ശ്രീഹരി പെട്ടെന്ന് പറഞ്ഞു, അമ്മ ഈ പറഞ്ഞ കാര്യം ഓർത്തിട്ട് അമ്മ ഒരിക്കലും സങ്കടപ്പെട്ട് കരയുന്ന ഒരു ദിവസം വരും. അതിന് ഇനി അധികം നാൾ പോവേണ്ടതില്ല. അതും പറഞ്ഞിട്ടാണ് ശ്രീഹരി അങ്ങോട്ടേക്ക് പോകുന്നത്. ശ്രീഹരി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായി. ലക്ഷ്മിയമ്മ പറഞ്ഞു നോക്കിയതാ, നിനക്ക് എന്റെ മോനെ പോലെ ഇവിടെ തുടരാന്നൊക്കെ. പക്ഷെ അതിനൊന്നും ശ്രീഹരി സമ്മതിച്ചില്ല. ശ്രീഹരിക്ക് സേതുവിനെ കഴിഞ്ഞിട്ടോ മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ. സമയം കാറിലേക്ക് കയറാൻ ഒരുങ്ങുന്ന മയൂരിയോട് സേതു പറഞ്ഞു, മോളെ, നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കില്ല, സങ്കടപ്പെടല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ മയൂരി പറഞ്ഞു, ഇവിടെ ഉള്ളവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല സേതുവേട്ട. സേതുവേട്ടൻ അറിയാലോ, ഇതിനെല്ലാം കാരണക്കാരി എന്റെ അമ്മയല്ലേ. ശരിക്കും എന്റെ അമ്മ വീട് വിട്ടിറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടായെന്നറിയോ. പക്ഷെ സേതുവേട്ടനോടൊപ്പം ആന്നറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. സേതുവേട്ടനും അമ്മയുടെ സ്നേഹം കിട്ടിയില്ലോ, അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയില്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പോഴമ്മ കാണിച്ച ഈ പ്രവൃത്തി മൂലം എനിക്ക് എത്രമാത്രം സങ്കടമായെന്നറിയാവോ. അമ്മയുടെ പ്രവൃത്തി കാരണം എന്റെ ചെകിടത്തുനിന്ന് അടി വീണേ. ഇവിടെ ഉള്ളവരെ തെറ്റ് പറയാൻ പറ്റില്ല മോളെ. അതിപ്പോഴും നീ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് സേതുവേട്ട. എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്റെ മനസ്സാ നീറുന്നത്, കവളല്ല നീറുന്നത്. ആ നീറ്റിൽ എന്തുകൊണ്ടാണെന്നറിയോ, എന്റെ അമ്മ ചെയ്ത പ്രവൃത്തി മൂലമാ. എന്റെ അമ്മ കാരണം എനിക്കിന്ന് തല്ലി കിട്ടിയത്. അപ്പൊ എനിക്കിത് അമ്മയെ അറിയിച്ചാൽ മതിയാവുള്ളൂ. മോളെ, നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാനല്ല പോന്നേ. അമ്മയുടെ മനസ്സുള്ള കാര്യം എന്താന്ന് എനിക്ക് അറിയണം. സേതുവണ്ണ എന്തുകൊണ്ടാ വെറുക്കണേന്ന്. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഈ വെല്ലുവിളിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. കാര്യങ്ങൾ എന്താ നമ്മളും കൂടെ അറിയണ്ടേന്ന് ചോദിച്ചു. അല്ല, നീ ഇനി മേലെടുത്തേക്കാണോ? ഞാൻ തീരുമാനിച്ചിട്ടില്ല സേതുവേട്ടാ. ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് സേതു പറഞ്ഞു, മോളെ, നിനക്ക് ഈ വീട്ടിലുള്ളവരോട് ദേഷ്യവും തോന്നരുത്. ഇല്ല സേതുവേട്ടാ, സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പോട്ടേന്ന് പറഞ്ഞുകൊണ്ട് മയൂരി അങ്ങോട്ട് പോയി. മയൂരി പോയി കഴിഞ്ഞപ്പോൾ സേതുവിന് ഭയങ്കര സങ്കടമായി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പല്ലവി തന്റെ ബാഗിനകത്തേക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുവാണ്. അത് കണ്ടുകൊണ്ട് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു. ലക്ഷ്മിയമ്മ വന്നിട്ടിച്ചു, നീ ഇവിടുന്ന് പോകുവാണോന്ന് ചോദിക്കാണ്. പേടിക്കണ്ട, നിങ്ങളുടെ ഭർത്താവ് മാധവമേനൻ ഉണ്ടാക്കി ഒന്നും ഞാൻ വാരി പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നൊന്നുമില്ല. സംശയം ഉണ്ടെങ്കിൽ ഈ ബാഗ് പരിശോധിച്ചു നോക്കാം. ഞാനും എന്റെ ഭർത്താവ് സേതുവേട്ടനും കൂടെ വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങളൊക്കെ ഈ ബാഗിനകത്തുള്ളെന്ന് പറഞ്ഞു. അല്ല മോളെ, നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞില്ലല്ലോ. പോവാൻ പറയണ്ട, അല്ലാതെ തന്നെ എനിക്കറിയാലോ കാര്യങ്ങളൊക്കെ. മോളെ, നീ ഇവിടുന്ന് പോവണ്ടെന്ന് പറയണം. പിന്നെ പോവണ്ട പോലും. നിങ്ങൾ ചെയ്ത പ്രവൃത്തികളൊക്കെ എനിക്കറിയാം. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇനി ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സമനില തെറ്റിപ്പോവും. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പോലും എനിക്കിപ്പോ താല്പര്യമില്ല. അതുകൊണ്ട് എന്നോട് മിണ്ടാതെ പോകുന്ന നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുകയാണ്. പല്ലവിക്ക് നല്ല ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ ഈ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട്. പിന്നീട് ലക്ഷ്മിയമ്മ ഹാളിലേക്ക് വരുമ്പോഴും മയൂരി അങ്ങോട്ടേക്ക് വരുന്നേ. മയൂരിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ സന്തോഷത്തോടുകൂടി ചെന്നിട്ടിച്ചു, മോളെ, നീ ഒറ്റയ്ക്ക് ഇങ്ങനെ എങ്ങനെ വന്നു എങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ്. ആ സമയത്താണ് മയൂരിയുടെ കവളത്തെ ആ പാട് കാണുന്നത്. ഇതെന്താ മോളെ, നിന്റെ കവളത്ത് എന്താ ഒരു പാട്? നിന്നെ ആരെങ്കിലും തല്ലിയോന്ന് ചോദിച്ചു. മയൂരി ഒന്നും മിണ്ടിയില്ല. പറ മോളെ, നിന്നെ ആരെങ്കിലും തല്ലിയോന്ന് ചോദിച്ചു. തല്ലി? ആരാ മോളെ നിന്നെ തല്ലിയത് എന്ന് ചോദിക്കുകയാണ്. അതെ, അമ്മ ചെയ്ത പ്രവൃത്തിയുടെ ഫലവാ എനിക്ക് കിട്ടിയെന്ന് പറയണ. ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലവോ? ആരാ നിന്നെ തല്ലിയത്?
വേറെ ആര് തല്ലാനായിട്ട്? പൊന്നുമടത്തി മാധവമേനോന്റെ മകള് ഋതു. അവളോ? അവൾക്ക് എന്താ നിന്നെ തല്ലാനായിട്ട് അവകാശം എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പം ഋതു തിരിച്ചു ചോദിച്ചു, അല്ല ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചോട്ടെ, അമ്മയ്ക്ക് ഇവിടെ നിൽക്കാനായിട്ട്, ഇവിടെ കയറി അവകാശം സ്ഥാപിക്കാനായിട്ട് അമ്മയ്ക്ക് എന്താ അധികാരം ഇരിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം തടിയേറ്റ പോലെ നിൽക്കുകയാണ് ലക്ഷ്മിയമ്മ. ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കാണ് ബാഗൊക്കെ പാക്ക് ചെയ്ത് പല്ലവി പോകാനായിട്ട് അങ്ങോട്ട് വരുന്നേ. ഈ സമയത്ത് ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് മറുപടി പറയാൻ നിർത്തില്ല. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു കൊടുക്ക, മോളല്ലേ ചോദിച്ചേ, ഇവിടെ എന്താ അവകാശം ഇരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. ലക്ഷ്മിയമ്മ ഒന്നും പറയാതിരിക്കുകയാണ്. ആ സമയം മയൂരി ചോദിച്ചു, അമ്മയോട് ഞാൻ ചോദിച്ച കേട്ടില്ലേ, അമ്മയ്ക്ക് ഇവിടെ എന്താ അവകാശം എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ ഞാൻ കോർട്ട് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിരിക്കണേന്ന് പറയണം. കോടതി എന്നുള്ള ഉത്തരവാ. കോടതി എന്നുള്ള ഉത്തരവ്, അതിനപ്പുറത്തേക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ അമ്മേ? അമ്മയ്ക്ക് അതുണ്ടോ? അമ്മ ഇപ്പൊ എവിടെ കയറി താമസിക്കണമെന്ന് അറിയാലോ. മാധവമേനൻ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പണിത് കൊടുത്ത് വീട്ടില്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ജനിച്ചപ്പം മുതൽ 2 പതിറ്റാണ്ട് കാലത്തോളം അമ്മ എന്നോടൊപ്പമായിരുന്നു. എന്റെ അച്ഛന്റെ ഭാര്യയായിട്ട്, മേലെടുത്ത് വേണുഗോപാലിന്റെ ഭാര്യയായിട്ടാ കഴിഞ്ഞിരുന്നേ. പെട്ടെന്ന് അമ്മ ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് പോയിട്ട് ഇവിടെ വന്ന് കഴിയാനായിട്ട് അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു? അമ്മ ഇത്ര ക്രൂരയായി പോയോ? ഇവിടെയുള്ളവരെയൊക്കെ അടിച്ചിറക്കിയിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട്? അതിന് മാത്രം ഇവിടെയുള്ളവരൊക്കെ അമ്മയോട് എന്ത് തെറ്റാ ചെയ്തേ? പറയാൻ പറഞ്ഞു. അമ്മ ആരോടാ ഈ ശത്രുത കാണിക്കുന്നേ? ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും പല്ലി പറഞ്ഞു കൊടുക്കും സ്വന്തം മോനോടാന്ന്. അത് എവിടെയോ കിടന്ന് അമ്മയെ തപ്പി കണ്ടുപിടിച്ച അവസാനം ജീവനും രക്ഷിച്ച് കൊണ്ടുവന്നതിന് കൊടുത്ത പ്രതിഫലമാ ഇത്. അതെന്താ പറഞ്ഞു കൊടുക്കാത്തെ? പറഞ്ഞു കൊടുക്കാൻ പറയാണ്. ലക്ഷ്മിയമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഇനിയിപ്പത്തെ മയൂരിയുടെ അടുത്ത് എന്നിട്ട് പല്ലവി പറഞ്ഞു, മയൂരി ഞാൻ ഇറങ്ങുക, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇനി ഇവരെ നോക്കേണ്ട കടമയൊന്നും എനിക്കില്ല. ഞാൻ സേതുവേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ ഞാൻ ഇവരെ ഇത്ര നാളും ഇവിടെ നോക്കിയത്. പക്ഷെ ഇനി ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല. നീ വന്നല്ലോ, അപ്പൊ ഇനിയിപ്പൊ നീ നോക്കോ നോക്കാതിരിക്കോ അതൊക്കെ നിന്റെ ഇഷ്ടം. നീ കാവൽക്കാരി ആയിക്കോ. പക്ഷെ എനിക്കിനി താല്പര്യമില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാന്ന് പറയണം. അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, മോളെ മിണ്ടരുത്. നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. നിങ്ങളുടെ മോഹം പോലും എനിക്ക് കാണണ്ട. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ മോഹം കാണാതിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ മയൂര് പറഞ്ഞു, ചേച്ചി 1 മിനിറ്റ് നിൽക്കാൻ പറയണം. ചേച്ചിയോടൊപ്പം ഞാനും വരുവാന്ന് പറയണം. ഒരുപക്ഷെ അന്ന് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് അമ്മയുടെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു. കാരണം അമ്മ എങ്ങോട്ടാ പോണേന്ന് അറിയത്തില്ല. എവിടെ പോയി തലയയച്ചാലും അമ്മയോടൊപ്പം കിടക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വീട്ടിൽ ഞാൻ താമസിക്കത്തില്ല. കാരണം എന്താണെന്നറിയാവോ? ഇത് പൊന്നുമടത്തി മാധവമോനൻ തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഉണ്ടാക്കി കൊടുത്ത വീടാ. ആ വീട്ടില് അമ്മയോടൊപ്പം താമസിക്കാനായിട്ട് അമ്മയെ പോലെ വൃത്തികെട്ട ഒരു ജന്മമല്ല എന്റേത്. എനിക്കതിന് ഒരിക്കലും കഴിയില്ല എന്ന് പറയണം. ചേച്ചി നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞു നടന്നു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു, നിൽക്കുക, 1 നിമിഷം നിൽക്കാൻ പറയണം. രണ്ടുപേരും കൂടെ തിരിഞ്ഞു നിന്നു. പിന്നീട് മഹാലക്ഷ്മി അവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ ഇതും കൂടെ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മയൂരിച്ചു, അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അതെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് മേലെടുത്ത് വീട്ടിൽ കഴിഞ്ഞിരുന്നേ. നിന്റെ അച്ഛൻ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. ഞാൻ ഇങ്ങനെ ആയിരുന്നോ? അല്ലായിരുന്നു പറഞ്ഞു. അതെ പെട്ടെന്നൊരു നിമിഷമല്ലേ എല്ലാം തകടം പറഞ്ഞേ. നിന്റെ അച്ഛൻ എന്നെ അവഗണിക്കാൻ തുടങ്ങി. ശരിയല്ലേ? ശരിയാണ്. ആ സമയത്ത് നിന്റെ അച്ഛൻ നിന്റെ കല്യാണം ഉറപ്പിച്ചു. പക്ഷെ നിന്റെ കല്യാണം നിശ്ചയിച്ച് ശ്രീകാന്ത് കൂട്ടൻ വന്നു കഴിഞ്ഞപ്പോ അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ, എന്നെ കുറിച്ചുള്ള കഥകളൊക്കെ. അത് കേട്ടപ്പം മയൂരി പറഞ്ഞു, ശരിയാന്ന് പറയാണ്. പക്ഷെ അന്ന് ആ കഥകളൊക്കെ നിറം പിടിപ്പിച്ച് ശ്രീകാന്തിന്റെ ചെവിയിൽ എത്തിച്ച് ആരാന്നറിയാവോ? നിന്റെ ചേട്ടനായ സേതുവാന്ന് പറയണ. സേതു വേണോ? അതെ, അവനാണ് ആ കഥകളൊക്കെ മെനഞ്ഞു പിടിപ്പിച്ചത്. അവനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്. ഇത് കേട്ടപ്പോ പല്ലവിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവന്റെ ആഗ്രഹം വേറൊന്നായിരുന്നു. എന്നെ അമ്മയായിട്ട് കിട്ടണം. അതിനു വേണ്ടിയിട്ട് നിന്നെ വേണുവേട്ടനെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് അവൻ ചെയ്ത പ്രവൃത്തി ചെയ്ത്. പിന്നീട് വേണുവേട്ടൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ദിവസം വേണുവേട്ടൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് വേണുവേട്ടൻ പറഞ്ഞ് ഇതിന്റെ പിന്നിൽ സേതുവായിരുന്നു ശ്രീകാന്തിനോട് ഈ കഥകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ച്. പിന്നീട് വേണുവേട്ടനെ കാണാനായിട്ട് സേതു പലപ്പോഴും ചെന്നു. എന്നിട്ടോ അവൻ എന്നോടൊപ്പം കൂടി ചേർന്നിട്ട് പാട്ടും പാടി ആഘോഷിക്കുമായിരുന്നു. പക്ഷെ എനിക്കിത് സഹിക്കാൻ പറ്റുമോ? അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്ത അവനെ ഞാൻ തകർത്ത് കളയുമെന്ന്. പൊന്നുമ്പടത്തിലുള്ള ആരോടും എനിക്ക് വിരോധമില്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഈ പറയുന്ന പൂർണിമ ഒന്ന് വന്നെന്നെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമടത്തിലെ രാജാവായിട്ട് ഞാൻ അവനെ വാഴിക്കുമെന്ന്. അതെനിക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നടക്കുന്നവനെ ഞാൻ അവിടെ കയറ്റി വാഴിക്കുമോ? അതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് ചെന്നേ. അവിടെ കിടന്ന് മാധവമേനന്റെ ഫോട്ടോയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞത്. അന്നേ ഞാൻ കരുതിയത് അവന്റെ തകർച്ച. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചാൽ, എന്റെ കുടുംബം നശിപ്പിച്ചാൽ പിന്നെ എനിക്ക് അവനോട് പൊറുക്കാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള ആ വലിയ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ.
എന്താണെങ്കിലും നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വിശേഷത്തിലൊക്കെ കണ്ടായിരുന്നു, സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇന്ദ്രനിട്ട് പണി കിട്ടുന്നത്. അതിനിപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിലായിരിക്കും കേട്ടോ. ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ എന്ന്. എന്താണെങ്കിലും ഈ ആഴ്ച അതുണ്ടായില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് ആ കാഴ്ചകൾ തന്നെ കാണാൻ പറ്റൂ കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.